നമസ്കാരം. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി വിദേശത്ത് പോകുന്ന എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളത്. എന്തൊക്കെയാണ് ഇതിനുള്ള സാധ്യതകൾ, എങ്ങനെ നമുക്ക് കൃത്യമായി നിക്ഷേപങ്ങൾ നടത്താം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ചാനൽ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. താങ്കൾ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളാണോ അതോ എന്താണ് ഇവിടെ ചെയ്യുന്നത്? Actually, my name is Nodi Jacob. Actually, I'm from sisharmu.com. It's a property portal. I don't know. Portal. Yeah, it's a property portal. It's easy to make it to understand. Similar like Rightmove here. Okay. So we are the leading property portal in Kerala at the moment. We have around 11,000 unique visitors every day. Okay. So we promote, the real estate to Kerala basically. Okay. ഞങ്ങളൊരു പ്രോപ്പർട്ടി പോർട്ടൽ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഞങ്ങള് പ്രോപ്പർട്ടീനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഹൗ യു ക്യാൻ ഇൻവെസ്റ്റ്. ഒരു പ്രോപ്പർട്ടി മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടികളും നമ്മൾ പ്രോപ്പർട്ടീസ്, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്, ബിൽഡേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, പിന്നെ എവറിത്തിങ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി. അതായത് കാർപ്പൻറ്റർ, പ്ലംബർ. പ്രോപ്പർട്ടി വാങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു നീഡ് ടു മെയിൻറ്റെയിൻ യുവർ പ്രോപ്പർട്ടി. മെയിൻ്റനൻസ് ഇസ് ഹോം ഇംപ്രൂവർ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, കാർപ്പൻറ്റർ, പ്ലംബർ, ഇതൊക്കെ A to Z കിട്ടുന്ന ഒരു പോർട്ടലാണ് ഇന്ന് ഇന്ത്യയിൽ. താങ്കൾ എന്താണ്, ഇൻവെസ്റ്റർ ആണോ അതോ? ഞാൻ മുതലാളിയല്ല, ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്നേ ഉള്ളൂ. എന്റെ പേര് ഫിലിപ്പ് എബ്രഹാം. I'm the editor of Kerala Link newspaper here. Okay. താങ്കൾ ഇവിടുത്തെ കൗൺസിലർ കൂടിയാണ്. ഇവിടുത്തെ കൗൺസിലർ, ലൗട്ടൺ ടൗൺ കൗൺസിലിലെ അംഗമാണ് ഞാൻ. അപ്പൊ എന്താണ് താങ്കൾക്ക് ഈ ബിസിനസ്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്? ഞങ്ങളാണ് ഇവിടെ ആദ്യമേ കേരള ബിസിനസ് ഫോറം ഇവിടെ ആദ്യമേ ഞാനിവിടെ കൂടിയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് സൗത്ത് ഇന്ത്യ ബിസിനസ് ഫോറമായിട്ട് ഞങ്ങൾ ആദ്യമേ കേരള തുടങ്ങിയപ്പം മറ്റ് സംസ്ഥാനങ്ങളും അവർക്ക് അതുപോലെ തുടങ്ങാൻ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഹെൽപ്പ് ചെയ്ത് ഇപ്പം തമിഴ്നാടിനുണ്ട്, കർണാടക, ആന്ധ്ര, എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് സൗത്ത് ഇന്ത്യ ബിസിനസ് ഫോറം, സൗത്ത് ഇന്ത്യ ചേംബർ ഓഫ് കോമേഴ്സ്, ബ്രിട്ടീഷ് സൗത്ത് ഇന്ത്യ ചേംബർ ഓഫ് കോമേഴ്സ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതില് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഉടനെ തന്നെ എല്ലാവരും പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്ത് എല്ലാവരിലും അവർക്കൊരു ഇങ്ങനൊരു പ്രോജക്റ്റ്, ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നുള്ള ഒരു പിന്നെ അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ നാട്ടില് എസ്റ്റാബ്ലിഷ് ബിസിനസ്സുകാരുണ്ട്, അവർക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് ചിലപ്പം എവിടെയാണ് ഓഫീസ് തുടങ്ങേണ്ടതെന്ന് കണ്ടുപിടിച്ചു അത് തുടങ്ങുന്ന ഉടനെ അത് എങ്ങനെയാണ്, പിന്നെ അതിന്റെ വർക്ക് പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെ അതിനുള്ള സോളിസിറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് അതിന്റെ ലക്ഷ്യം. എന്താണ് ചെയ്യുന്നത്? എന്റെ പേര് കോശി തോമസ്. ഞാൻ ഷിഷർ മൂവിന്റെ ബിസിനസ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ എനിക്കിവിടെ ബിസിനസ് ഉണ്ട്. കമ്പനിയുടെ പേര് കെൻ എക്സ്പോർട്ട് ലിമിറ്റഡ്. Mainly we are selling industrial products to the Middle East, India, Far East and Europe as well. ഇവിടുന്ന് ഉണ്ട്, യൂറോപ്പിൽ നിന്ന് വാങ്ങുന്നതുണ്ട്, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഈവൻ ദോ ഫാർ ഈസ്റ്റിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുതലാളിയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ട്. ഒന്ന്, ഷിഷർ മൂവിൽ കൂടി ഞങ്ങൾ കുറച്ച് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മെയിൻലി ഞങ്ങൾ ചെയ്ത പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചായിരുന്നു ആദ്യമേ സ്റ്റഡി ചെയ്തത്. കാരണം നാട്ടിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഒന്ന്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഷെയർ മാർക്കറ്റിൽ എപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട്, അത് മാത്രമല്ല ആക്ച്വലി അതിന് ശരിക്കും തറവ് സ്റ്റഡി ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലോപ്പായിട്ടേ പോയിട്ടുള്ളൂ. കാരണം പലരുടെയും ജീവിതത്തിൽ കൂടി അത് കണ്ടതാണ്. പിന്നെ ഉള്ളത് വേറൊന്ന് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ ഫണ്ട് എന്തും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്താണ്. പിന്നെ സാധാരണ ചെയ്യുന്ന ആൾക്കാർ കിട്ടുന്ന പൈസ മൊത്തം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിനൊന്നും വലിയ അപ്രിസിയേഷൻ ഒന്നുമില്ല. തിരിച്ചെന്നാൽ പ്രോപ്പർട്ടിയാണ് ഒരു സാധാരണപ്പെട്ടവന്, കാരണം ഒരു പ്രോപ്പർട്ടി, അതായത് നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് പ്രോപ്പർട്ടി എന്തുവാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുണ്ടെങ്കിൽ ആ പുള്ളി അത് എങ്ങനെ വാങ്ങിയാൽ അത് എങ്ങനെ വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്ന്
ശ്രമിക്കാറുണ്ട്. അത് ഇവിടെയുള്ള പല വ്യക്തികളും അത് ശ്രമിക്കാറുണ്ട്. അതിൽ അവർ വിജയം കണ്ടെത്തിയിട്ടുമുണ്ട്. ഞാൻ ഇവിടെ പ്രൊട്ടക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ ഞാനിപ്പം സിഷമോനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് അസറ്റ് ഹോംസിന് വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശ്രീമാരേട്ടൻ മുമ്പേ പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ട്. കാരണം നമ്മൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും നാട്ടുകാരെ കുഴപ്പത്തിലാക്കാനല്ല. തീർച്ചയായിട്ടും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ പ്രവാസികളുടെ റവന്യൂ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പം ആ രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവരോടൊപ്പം നമ്മൾ പ്രവാസിയാകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മലയാളിയായിരുന്നു. നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട്, നമ്മളെ കൊണ്ട് സഹായം കൊണ്ടാണ് നിങ്ങളെല്ലാം ഇത് കഴിയുന്നു എന്ന് പറയുന്നുണ്ട്. ആ അവസരത്തില് അവർ എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും കൂടെ മനസ്സിലാക്കണം കേട്ടോ. തീർച്ചയായിട്ടും അവിടെ ഓപ്പർച്യൂണിറ്റികൾസ് ആണല്ലോ ഇതുമൂലം ഉണ്ടാവുക. കാരണം തീർച്ചയായും ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അതിനനുസരിച്ച് അവസരങ്ങളും തീർച്ചയായിട്ടും അവിടെ വരുന്നു. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എബ്രഹാം അസോസിയേറ്റ്സ് എന്ന ഫേമിന്റെ ഡയറക്ടറാണ്. നമുക്ക് പ്രോപ്പർട്ടിയോ അത് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ചെയ്യുമ്പോൾ അതിൽ രണ്ട് കാര്യമുണ്ട് മെയിനായിട്ട്. നമ്മൾ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള പ്രത്യേകമായ ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെ ലാഭമുണ്ടോ, അതായത് വേർ ദർ ഇസ് എ പ്രോഫിറ്റ് ഓർ എ ഗെയിൻ there is tax. അപ്പം നമ്മൾ ജീവിക്കുന്ന രാജ്യം, ദ പ്ലേസ് വെർ യു ലിവ് ആൻഡ് പ്ലേസ് വെർ യു ഇൻവെസ്റ്റ്, ഈ രണ്ട് രാജ്യങ്ങളിലും അതിൻ്റെതായ ടാക്സിൻ്റെ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ കെയർഫുള്ളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ഈവൻ ബിഫോർ യു തിങ്ക് അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഈസ് വാട്ട് ആർ ദ ടാക്സ് റൂൾസ് ആൻഡ് ലീഗൽ സിറ്റുവേഷൻ ദ കൺട്രി വെർ യു ലിവ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലെയും അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലെയും സാഹചര്യങ്ങളിലും വളരെ വ്യത്യസ്തമാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലെ നിയമപരമായും നികുതിപരമായുള്ള നിയമങ്ങളും അതിൻ്റെ റിക്വയർമെൻറ്റ്സും. പ്രത്യേകിച്ച് യു കെയിലെ ടാക്സ് ലെജിസ്ലേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലെക്സ് ടാക്സ് ലെജിസ്ലേഷൻസ് ഇൻ ദ വേൾഡ്. ഐ മീൻ അത് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ആൻഡ് ടാക്സ് ലെജിസ്ലേഷൻ ഓരോ വർഷവും കഴിയുമ്പോഴും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ചും ആളുകൾ ഇവിടെ ലോങ് ടേം റെസിഡൻസ് ആയിരിക്കുമ്പം പ്രൈമറിലി ദേ ഹാവ് എൻ ഒബ്ലിഗേഷൻ ഫോർ UK ടാക്സേഷൻ. അത് നമ്മൾ ലോകത്ത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്താലും ബേസിക് റൂൾ ഇതാണ്: ഇഫ് യു ആർ എ UK ടാക്സ് റെസിഡന്റ്, യു ആർ ലയബിൾ ഫോർ യുവർ ഇൻകം ആൻഡ് ഗെയിൻസ് ഓൾ ഓവർ ദ വേൾഡ്, wherever it may be situated. ഗൾഫായാലും കേരളത്തിലായാലും അമേരിക്കാസിലായാലും UK ആയാലും. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഇവിടുത്തെ ടാക്സ് സിറ്റുവേഷൻ എന്താണ്, എത്ര കാലം നമ്മളിവിടെ താമസിച്ചിരിക്കുന്നു, നമ്മൾ എത്ര കാലം ഇവിടെ താമസിച്ചിരിക്കുന്നു എന്ന് അതൊരു വളരെ ഒരു പോയിന്റ് ആണ് വിച്ച് ഈസ് ഗോൺ ടു ഡിസൈഡ് യുവർ ടാക്സ് സ്റ്റാറ്റസ് ഇൻ ദ UK. സോ യു നീഡ് ടു ഗിവ് പ്രോപ്പർ കൺസിഡറേഷൻ to your legal and tax status in the UK and the tax situation in the country where you invest. അല്ലെങ്കിൽ ഇതിന്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ say you've invested in a property or shares or investment wherever it may be. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഒരു ഗെയിൻ ഉണ്ടാക്കി, മാസീവ് ഗെയിൻ. say you invested £100 in Kerala, just to make it simple. And within 2 years, £200, you made a gain of £100, and government could easily take away, UK government could easily take away £40 out of that. 40%, and plus the Indian government could, tax revenue department could take their cut on that. So your return is coming down to 50 or 40 out of £100. So അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞു വരുന്നത് 40% UK ടാക്സും പോവും, ഒരു 30% ഇന്ത്യയിലെ ടാക്സും പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 30% കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കെയർഫുൾ ആയിട്ട് ഇത് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഉള്ള സിറ്റുവേഷൻ ആണ്. ഇൻഹെറിറ്റൻസ് വന്നാലും should that happen in the future, inheritance tax UK 40%, 40%, so that can also have a hit, and you make a gain. Say you buy a flat in Kochi, you rent it out, and you're deriving income from the property, rental income, that is taxable in the UK. And that could be taxable in India as well. So adana njan paranju situation. അത് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് തോന്നുന്നത്. If I had answered to that question, I would be a millionaire. Well, anyway, there's a simple concept. There's a simple concept. See, I'll tell you. ഇതൊരു പെൻ, എൻ്റെ പേനാണ്. I owe this pen. Okay? And if I make a benefit out of this pen, because it's my pen, I'm free to enjoy the use of this pen, write to you, അല്ലെങ്കിൽ I can give it to you to write. And let's imagine I don't own this pen. Okay, I sell this pen to Philip Chetan. Okay, and then I loan it back. Loan alla chumma oru situation parnadhe ullu. Then then Philip Chetan allows me to use the pen.
then I don't have an issue on that. See, it's not my pen. I'm using the pen, somebody else's pen. Okay. അതൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല, ജസ്റ്റ് എ സിമ്പിൾ കൺസെപ്റ്റ് പറഞ്ഞാണ്. യു ഗെറ്റ് ടാക്സ്ഡ് ഓൺ വാട്ട് യു ഓൺ. ഇഫ് യു ഡോണ്ട് ഓൺ സംതിങ് യു ഡോണ്ട് ഗെറ്റ് ടാക്സ്ഡ്. പക്ഷെ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഒന്നും ഓൺ ചെയ്യരുന്നല്ല പറയുന്നത്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. Asset Homes, Kerala's most awarded builder, is known for its timely delivery and quality construction. With 26 successfully completed projects in a short span of 5 years since inception, Asset Homes is today an iconic brand. ഈ ലോകത്ത് എത്ര സ്ഥലം വേണം നിങ്ങൾക്ക്? sistermove.com ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വാമന. ആണോ? ഞാനും ഇന്ന് തന്നെ sistermove.com എന്റെ ഫേവറേറ്റിൽ ആഡ് ചെയ്യാൻ പോവുക. sistermove.com. Think property, think us. എന്റെ പേര് ചന്ദ്രബാബു. ഞാനിവിടെ UK ഒരു ലോങ് ടേം റെസിഡന്റ് ആണ്. അതുകൊണ്ട് ഈ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ എക്സ്പെർട്സിന് കണക്ക് എനിക്കറിയില്ല. എങ്കിലും ഇവിടെ UK ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ UK പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിൽ ഒരു പരിധിവരെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച കൂട്ടത്തിലാണ്. കാര്യം 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അതിന് വ്യത്യാസങ്ങൾ ഒരു പക്ഷേ ഇപ്പം ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് മുമ്പുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ നേരത്തെ പറഞ്ഞ കണക്കാണ്. ഞാൻ അവിടെ ഒരു കമ്പനി മദ്രാസിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തു. ഇവിടെ നിന്ന് അവിടെ പോയി ഒരു പ്രൊജക്റ്റ് കണ്ടു, എല്ലാം റെഡിയായി. അവിടെ ഒരു പാർട്ണറെ കൊണ്ട് എല്ലാം അതിൻ്റെ ബിസിനസ് പ്ലാനെല്ലാം റെഡിയാക്കി. ലാസ്റ്റ് മിനിറ്റിൽ ഇവിടെ നിന്ന് ഫണ്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആണ് പറയുന്നത്, അങ്ങനെയല്ല ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഞങ്ങൾ ഇത്രയും പൗണ്ട് ഇത്രയും പൈസ അത് കാണിക്കില്ല, ഇത് എഴുതുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 1/5 കാണിക്കത്തുള്ളൂ. അപ്പൊ അതിൽ നമ്മളൊരു വലിയ പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് മണി ബ്ലാക്ക് ആവുക ചെയ്യുന്ന ഒരുപാട് പൈസ കാണും, അത് ബ്ലാക്ക് ആവുന്നത്. അതെനിക്കൊരു ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനാണ് ആൾക്കാർ അവിടെ നോക്കുന്നത്. പക്ഷെ നമ്മളിവിടെ വൈറ്റ് ആണല്ലോ നമ്മുടെ കയ്യിൽ. അത് നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞത്, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 10 or 15% അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുകയും, ഇവിടെ ഒരു പ്രോപ്പർട്ടി UK പ്രോപ്പർട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓൾമോസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു ഇൻകം വരികയും ചെയ്യും. നമ്മളെടുക്കുന്ന ലോണ് തിരിച്ചടയ്ക്കാത്ത രീതിയിലൊരു ഇൻകം വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ 5 എണ്ണം വാങ്ങാം, നമ്മൾ കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബോറോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന്റെ 5 ഇരട്ടി, ഇപ്പൊ 5% അല്ലെങ്കിൽ 10% ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ അതിന് കേരളം മാച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ 5 ഇരട്ടി അവിടെ കൂടണം. മിസ്റ്റർ എബ്രഹാം പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ടാക്സിന്റെയും മറ്റും കാര്യങ്ങളിലുണ്ട്. പക്ഷെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ലേമാൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ 95-നും 2005-നും ഇടയ്ക്ക് എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ അതിൽ നിന്നുണ്ടാക്കിയ ക്യാപിറ്റൽ ഗെയിൻ, ഈ പറഞ്ഞ 40%, 20%, 30%, വട്ടെവർ ഇറ്റ് ഈസ്, അതൊക്കെ കഴിച്ചിട്ട് അത് അപ്പാടെ കൊണ്ടൊന്ന് ഇവിടെ വന്നിട്ട് മോർഗേജ് തീർത്ത് പേ ഓഫ് ചെയ്ത ആൾക്കാരുണ്ട്. സോ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നോഡി പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അതിന്റെ കാര്യം. ഇപ്പൊ ഏതാണ്ട് ആ ഒരു സമയമാണ്. കാരണം 2005-ന് ശേഷം ഭയങ്കരമായിട്ടൊരു ഹൈക്ക്, നമുക്ക് ആർക്കും നമുക്ക് നല്ല ഒരു ശരാശരി ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും. എന്നാൽ ഇപ്പൊ അത് മാറിയിരിക്കുന്നു. ഒരു താഴേക്ക് വന്ന് ഇപ്പോഴാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയും ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മോർഗേജോ അല്ലെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പേ ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ ട്രിവാൻഡ്രത്തുള്ള അസറ്റ് ഹോംസിന്റെ പ്രൊജക്ട്സ് ഈ പറഞ്ഞ 5000 നിയർ ബൈ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ഉള്ളത്. കൊച്ചിയിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 8 പ്രൊജക്ടുകളോളമാണ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. അതിൽ ആലുവയിലും മറ്റുമൊക്കെ ഉള്ളതിലൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി. കാരണം ഇനിയൊരു 3 വർഷം കഴിഞ്ഞ് കൊച്ചിയിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത്, ഈ പറഞ്ഞ 40%, 30% ടാക്സ് ഇംപ്രൂവ്മെന്റോ വട്ടെവർ ഇറ്റ് ഈസ്, അതൊന്നും ബാധിക്കാത്ത രീതിയിൽ വ്യത്യാസം വരാൻ പോകും എന്നുള്ളത് ഒരു ശരാശരി മലയാളികളിൽ. താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ റൈറ്റ് ടൈം ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ചങ്ക് പോയി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 5, 6, 7 വർഷങ്ങൾക്ക് മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത
ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രോപ്പർട്ടികളെല്ലാം വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു മോർഗേജ് അല്ല 3 മോർഗേജ് വാങ്ങിക്കാനുള്ള പൈസ തീർച്ചയായിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹം ഇവിടെ പറഞ്ഞു, അക്കൗണ്ടന്റ് ഇവിടെ പറഞ്ഞു, നമ്മുടെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ടാക്സ് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് കൊടുത്തുകൊണ്ടല്ല നമ്മളൊരു പ്രോപ്പർട്ടിയും വാങ്ങിക്കുന്നതും വിൽക്കുന്നതും. ഇപ്പോൾ 50 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് 5 ലക്ഷം 6 ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ക്യാഷ് ഇവിടെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾക്ക് ആലോചിച്ചാൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യവുമാണ് എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ അഭിപ്രായം. അല്ല, ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിരുന്നു. ഫ്ലൈറ്റിൽ വെച്ച് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് മാത്യു. അദ്ദേഹം നാട്ടിൽ പോകുന്നത് പുരയിടം വിൽക്കാനാണ്. പുള്ളി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. 10 ലക്ഷത്തിന് വാങ്ങിയ പ്രോപ്പർട്ടി 1 കോടിക്ക് അധികം ആണ് വിൽക്കുന്നത്. പക്ഷേ പ്രമാണത്തിൽ നമ്മൾ 5 ലക്ഷമോ 6 ലക്ഷമോ കൊണ്ടേ വയ്ക്കത്തുള്ളൂ. ഈ കാശെ തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ഫാദറിന്റെ അനിയന് 30 വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം 83 ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് 3.25 ലക്ഷം രൂപയ്ക്കായിരുന്നു. 2 ഏക്കർ ഓഫ് ലാൻഡ്. അരുവിത്ര. ഞാൻ അരുവിത്ര ഇടവക്കാരനാണ്. അപ്പോൾ ഈ മന്തിൽ അദ്ദേഹം നാട്ടിലുണ്ട്. അദ്ദേഹം ആ പ്രോപ്പർട്ടിക്ക് ഇന്ന് ചോദിക്കുന്നത് 10 കോടി രൂപയാണ്. അപ്പോൾ കൂടുതല. അല്ല, ഞങ്ങളുടെ നാട്ടില് ഇപ്പൊ ഞാൻ വാങ്ങിച്ചത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് 20,000 രൂപ സെന്റിന് വാങ്ങിച്ച സ്ഥലങ്ങൾക്ക് ഇപ്പം 3.5-4 ലക്ഷം രൂപ വിലയായി. വാങ്ങിക്കാൻ ആളുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ തന്നെയാണ് അത്രയും 10 കോടി രൂപ ചോദിക്കുന്നത്. പക്ഷെ 8 ആണെങ്കിലും അദ്ദേഹം കൊടുക്കും. ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാത്തത് അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വസ്തു വാങ്ങണമെങ്കിൽ, താങ്കളുടെ ശ്രദ്ധയ്ക്ക് പറയുന്നതാണ്, നമുക്കൊരു ഒരു സ്ട്രീറ്റിൽ ഒരു വീട് വാങ്ങണമെങ്കിൽ നമുക്കൊരു ആവറേജ് വില അറിയാം, അല്ലെങ്കിൽ ഒരു വിലയുണ്ട്. നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? വീടുകളെല്ലാം ഒരേ ലെവലിലും ഒരേ രീതിയിലുമാണ് നിർമ്മിക്കുന്നത്. നമ്മളുടെ നാടുകളിൽ വീട് വെക്കുന്നത് വ്യത്യസ്തമായ അവനവന്റെ ഇഷ്ടത്തിൽ 20 സെന്റ് സ്ഥലമുള്ളവർ വെക്കുന്നത് ചിലപ്പോൾ അത് നിറച്ചു വീടായിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ആൾക്കാരെ കൂടുന്നതനുസരിച്ചും ആ ഒരു 1200 സ്ക്വയർ ഫീറ്റ് അതിൽ താഴെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ 5000 വെക്കാം, 6000 വെക്കാം. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നോർമലി നമ്മുടെ നാട്ടിൽ ഒരാള് ഒരു വീട് വയ്ക്കുന്ന വീട് കൊണ്ട് ഇവിടെ ഒരു 4 വീടുകള് 5 വീടുകള് ആൾക്കാർ താമസിക്കുന്നുണ്ട്. യുകെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. ശ്രീകുമാർ പറഞ്ഞതിലൊരു ഇത് പറഞ്ഞല്ലോ വന്നിട്ട് നമുക്ക് തോന്നിയ വിലയാ പറയണെന്ന് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. കാരണം ദാറ്റ് വാസ് ഇൻ 3-4 years ബാക്ക്, ബട്ട് നോട്ട് അറ്റ് ദിസ് ടൈം. കാരണം ഇപ്പൊ കേരള ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അവര് ഒരു ബേസ് ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അത് പ്രമാണത്തിൽ വെക്കാനല്ലേ? ഇല്ല, പ്രമാണത്തിൽ വെക്കാൻ മാത്രമല്ല, അത് അവൈലബിൾ ആണ്. ഇറ്റ്സ് അവൈലബിൾ ടു പബ്ലിക്. ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് വില കൊടുത്തും വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ ഏരിയയിൽ അവർ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റൂ. ഇപ്പൊ അവിടെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപയാണ്. നമ്മൾ ചെന്ന് പറയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപ നമ്മൾ തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ ഏരിയയിൽ അടുപ്പിക്കും. പക്ഷെ 1 ലക്ഷമല്ല പറഞ്ഞേക്കണം. ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. മാർക്കറ്റ് റേറ്റ് നോട്ട് വെരി ലോ. അത് റീസണബിൾ. ഇത് പിന്നെ അങ്ങനെ ആരും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വാങ്ങിക്കുന്നു. കാരണം എല്ലാ സൈറ്റിലും അവൈലബിൾ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സിഷർ മൂവ് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്തിട്ട്, ഞങ്ങൾ എന്താ പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ആ ഡാറ്റ റിട്രീവ് ചെയ്തിട്ട് ഞങ്ങളാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്തേക്കണം. ഓരോ കൊച്ചിയിലെ റേറ്റ് ഇപ്പൊ എത്രയുണ്ട്. അപ്പൊ ഒരു പ്രവാസി മലയാളിയാണ് സംബന്ധിച്ച കേരളത്തിൽ എന്താ നടക്കുന്ന ട്രെൻഡ് ഉദ്ദേശം വില ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്. പക്ഷെ അങ്ങനെ ഒരു ഇത് ഞങ്ങളൊരു ടേബിൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നത്, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അങ്ങനെയല്ല. ഈവൻ ഇഫ് യു ഹാവ് ലിറ്റിൽ മണി. ഇപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പല ബിൽഡേഴ്സ്, ഞങ്ങൾ ഒരു ബിൽഡറെ ഇതായിട്ട് പറയുന്നില്ല, ഏത് ബിൽഡർ ആയാലും യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ബിൽഡർ ഇറ്റ്സ്. ഈ ലോഞ്ചിങ് ഓഫർ എന്ന് പറഞ്ഞ അവരുടെ ഓരോ കാര്യങ്ങളുണ്ട്. ഞാനിവിടുത്തെ സാധാരണക്കാരെ കേസ് പറയുന്നത് ഈ ലോഞ്ചിങ് ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യണ സമയത്ത് എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് എ വെരി ഗുഡ് ഡിസ്കൗണ്ടഡ് റേറ്റ് ബേസിക്കലി. അപ്പൊ ആ ഇൻവെസ്റ്റ്
പറയുന്നത്, താങ്കൾ പറഞ്ഞാൽ നിർത്തി ചോദിക്കട്ടെ, ലോഞ്ചിങ് റേറ്റ് എന്ന് പറയുന്നു, നമ്മൾ അവിടെ കൊണ്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവർ തുടങ്ങിയില്ലേ എന്ത്? അതാണ് പറഞ്ഞത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ലോട്ട് ഓഫ് പ്രിൻസിപ്പിൾ ഇപ്പൊ ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടോക്ക് ലൈക്ക് 1 hour. ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് പറയാം. പക്ഷെ അതില് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് ബിൽഡർ, ഹൗ മെനി പ്രൊജക്ട് ഹി ഹാസ് ഡെലിവർഡ്. അല്ല, ഈ സാധാരണക്കാരന്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത്. ഒരാൾ പറയാണ് ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി തുടങ്ങാൻ പോകുകയാണ്, ഒരു പുരയിടം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെയാണ് വരാൻ പോകുന്നത്, ഒരു പടവും കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുന്നത് നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ ഈ. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം വരണം. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്, അവരുടെ നമുക്കിപ്പോ എല്ലാം നയമുണ്ട്, അവരുടെ ബാലൻസ് ഷീറ്റ്, അവര് എത്ര ഫണ്ട് ഇതിന് സെക്യൂർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് എന്നാണ് ഡെലിവറി ചെയ്യുക, പിന്നെ അവരുടെ എത്ര പ്രൊജക്ട് പേരുള്ള കമ്പനികളാണ് മേടിക്കേണ്ട കാര്യമില്ല. ഈ ലോഞ്ചിങ് ഓഫറിൽ എന്താ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ആ ലോഞ്ചിങ് അതിൽ ഒത്തിരി ഡിസ്കൗണ്ട് തരും. വെൻ ഈസ് കംപ്ലീറ്റ് ലൈക്ക് after 2 years, 3 years, you get a very good appreciation, at least a 50 to 60% depreciation. Appreciation. So ആ ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ you can exit and you can bring the money here. അങ്ങനെ ഒത്തിരി ചെയ്യണം ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള, I know personally, അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മളെന്താ മലയാളികൾ പ്രത്യേകിച്ചും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം, they don't look at any builder on, they'll just go and jump on to any place, അപ്പൊ അതാണ് ഒരു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒത്തിരി അഡ്വാൻറ്റേജ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് നേരെ സ്റ്റഡി ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇവിടെ UK മലയാളീസിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങളോട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ വി ഗെറ്റ് ഒരു വലിയൊരു ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ബിൽഡറുടെ സ്ട്രെങ്ത്തും എന്താ ഇതുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ശകലം വിയോജിപ്പോടുകൂടി പറയുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഉള്ള ആട്, മാഞ്ചിയം, അങ്ങനെ ഒത്തിരിയോ ഇൻവെസ്റ്റേഴ്സ് മുതൽ ഇപ്പോൾ നമ്മൾ സരിതയിലാണ് എത്തി നിൽക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല, എങ്ങനെ നമ്മൾ ആരെ വിശ്വസിക്കും, എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ഒരു നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. അവനവൻ അറിയാവുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലോ സഹോദരങ്ങളോ അപ്പനോ ഫാദറോ ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ബിക്കോസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എൻ്റെ ഫാദറാണ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പം അവനവന്റെ അറിയാവുന്ന സ്ഥലത്ത്, ഇപ്പം ഞാൻ ബ്രിസ്റ്റോളിലാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതല്ലാതെ ഇൻവെസ്റ്റേഴ്സിനെ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവര് എല്ലാത്തിന്റെ ഇൻഫോസിസ് പോലെ പണം, നമുക്ക് ഷെയറിന്റെ കാര്യങ്ങൾ പറയാം. ഞാൻ ഷെയറിലും ഇച്ചിരി നഷ്ടമൊക്കെ വന്നിട്ടുള്ള ആളാണ്. എന്റെ ഫാദറിന് നന്നായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഫേമും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനവന്റെ അറിയാവുന്നിടത്ത് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. ഇതിന് 3 കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒന്ന്, ഇപ്പൊ ഈ മണി വാല്യൂവിൽ ഉണ്ടായ ഗുണം മീൻസ് നമ്മൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ടൈമാണ്. രണ്ടെന്ന് പറയുന്നത്, ഇപ്പൊ നാട്ടിൽ പ്രോപ്പർട്ടി വാല്യൂ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ബാർഗൈനിങ് പവർ, നമ്മളിപ്പോ ഒരാൾ പറയുന്നു നമ്മൾ പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന വിലയല്ലേ, മോഹവില അല്ല, അങ്ങനെയാണ്. പക്ഷെ ഇനിയും വരാൻ പോകുന്ന വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഞാൻ പറയാലോ ഒരു 95 മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയല്ലായിരുന്നു. 95 മുതൽ 2005 വരെ ആ ഒരു ഡൗൺവേർഡ് ഇപ്പൊ കുറച്ചുണ്ട്. അതാണ് നമുക്ക് ശരിക്കും അനുകൂലമായ ഘടകമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രൈസിൽ വില കൂടി നിൽക്കുന്നു. 2, പ്രോപ്പർട്ടിയിൽ താരതമ്യേന ജെന്യൂൻ ബയേഴ്സ് ഉള്ളൂ. നാട്ടിലിപ്പം ജെന്യൂൻ ബയേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനിയിപ്പം വരാൻ പോകുന്ന അടുത്തൊരു 1-2 വർഷത്തിനകം ഇൻഫ്ലേഷൻ, അതുമൂലം ഒരുപാട് പ്രോപ്പർട്ടി കോസ്റ്റ് കൂടും. സ്വാഭാവികമായിട്ടും ബിൽഡേഴ്സ് എല്ലാം പ്രൈസ് കൂട്ടാൻ നിർബന്ധിതരാകും. അപ്പൊ അത് ഇപ്പം നല്ല സമയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻഫ്ലേഷന്റെ എഫക്ട്, ഈ മണി വാല്യൂ വ്യത്യാസം വന്നിരിക്കുന്നതിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പിന്നെ എന്തായാലും ഒരിക്കലും പൗണ്ട് റേറ്റ് ഒന്നും ഇത്രയും റേറ്റിൽ നിൽക്കുകയില്ല. അപ്പൊ ആ സമയത്ത് നമുക്കത് വിൽക്കാമല്ലോ. അപ്പൊ ആ ഒരു സെൻസിൽ ഇന്ത്യൻ എക്കോണമി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പോയില്ലേ, ആവുമല്ലോ, നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് അതാണല്ലോ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ സമയത്ത് നമുക്കിത് ശരിക്കും പറഞ്ഞാല് ഡിസ്പോസ് ചെയ്യാനും ഒരു പരിധിവരെ സാധിക്കും. അപ്പം പല ലെവലിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഒരു ലോങ്കർ ടൈമിൽ എടുത്ത് നോക്കി, റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് ഒരു ലോങ്കർ ടൈമിൽ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ആ ഇൻക്രീസും അതിന്റെ കൺവെർട്ടബിലിറ്റിയും, നമ്മൾ റുപ്പീസ് ഒരു പൗണ്ടായിട്ട് കൊണ്ടുവരുന്നതിന്റെ എളുപ്പവും എല്ലാവർക്കും പറ്റില്ല. ഒരു ഇന്റർനാഷണൽ രീതിയിൽ ഇവിടെ ഒരു ലോങ് ടൈം ആളിനെ പറ്റിയാണ് ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന 200% പ്രോഫിറ്റ് എന്ന് വെച്ചോളൂ. ഇപ്പൊ പറയുന്ന ഏതായാലും 100-200 ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്നത്, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ഇവിടെ നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അത് വേറൊരു ലെവലിൽ ഉള്ള ബിസിനസ് ആണ്, അല്ലാതെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ നാട്ടിൽ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രത്യേക സാഹചര്യവശാൽ എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു.
പക്ഷെ അതിനകത്ത് എനിക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് ആ പ്രോപ്പർട്ടി അവിടെ വാങ്ങിക്കാൻ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ കോഴിക്കോട് ടൗണിലാണ് താമസിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് എനിക്കറിയാം ആ ഏരിയയുടെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് അറിയാം. പക്ഷെ ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഏരിയയിലെ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. അന്ന് ഞാൻ വിറ്റ ഒരു പ്രോപ്പർട്ടി 5 ലക്ഷം പൗണ്ട് സെന്റിനാണ്, 5 ലക്ഷം രൂപ സെന്റിനാണെങ്കിൽ ഇന്ന് അതിന് 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് കോഴിക്കോട് കോർപ്പറേഷന്റെ അകത്ത്. അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പം കൊച്ചിയിലാണെങ്കിൽ പോലും പല ഇൻവെസ്റ്റ്മെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവര് പോലെ പല പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസിന്റെ പുറകെ പോകുന്നത് ഒരു പരിധി വരെ നല്ലതാണെങ്കിലും നമ്മളൊന്നും തിരിച്ചു പോകാൻ പോകുമെന്ന് എല്ലാവരും പറഞ്ഞാൽ തന്നെ ഇതിൽ 99% ആൾക്കാർ പോകാൻ പോകുന്നില്ല. അതൊരു സത്യമായ അവസ്ഥയാണ്. കാരണം നമ്മുടെ മക്കൾ ഇവിടെ വളർന്നു വരുന്നു, നമ്മൾ മക്കളോട് ഒന്നിച്ച് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പൊ നാട്ടിലെ കാരണന്മാർ അവിടെ ആയപ്പോയതിന് കാരണം നമ്മൾ നല്ലൊരു സാഹചര്യം അന്വേഷിച്ച് ഇവിടെ വന്നു, അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടും അതിനോട് എനിക്ക് പലപ്പോഴും വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം പലരും എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഇന്നൊരു റബ്ബർ വെട്ടുകാരനെ കിട്ടാൻ നാട്ടിൽ ബുദ്ധിമുട്ടാണ്, ആളില്ല. ആ ഒരു അവസ്ഥയില് പലപ്പോഴും ചെറിയ പ്രോപ്പർട്ടീസ് ലൈക്ക് അല്ല, നമുക്ക് വിദേശത്ത് വന്നിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നാട്ടില് ഒരു വീട് വേണം. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ തന്നെ സ്വന്തമായിട്ടൊരു വീട് വേണം. മുമ്പൊക്കെ പുരയിടം വാങ്ങി വീട് വയ്ക്കുന്ന ആൾക്കാർ ഇപ്പൊ ഫ്ളാറ്റുകൾ വാങ്ങുന്നു. അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഫ്ളാറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. പക്ഷെ അതിന്റെ ഒരു മറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫ്ളാറ്റ് സിമ്പിൾ ആണ്. ഫ്ളാറ്റ് ആണെങ്കിലും നോട്ട് ഈവൻ അത് അത്രയും സിമ്പിൾ ഒന്നാണെന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ പോകും. ഇപ്പം കാരണന്മാരുള്ള സ്ഥിതിക്ക് എവറി ഇയർ നമ്മൾ പോകുന്നുണ്ട്. കാരണന്മാര് കാലശേഷം ഒരുപക്ഷെ നമ്മൾ പോകുന്ന 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമാണ് ആ ഫ്ളാറ്റ് എന്താവുന്നത്. അത് നോക്കി നടത്താൻ നമുക്ക് ആൾക്കാരും ഇല്ല. ഇപ്പം റിലേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. വേറെ ഒന്നിനും ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഇപ്പം കാണാനില്ല. ഇപ്പം ഗോൾഡോ അല്ലെങ്കിൽ ഷെയറിനൊന്നും ഇപ്പൊ ഇപ്പോഴത്തെ ഈ സമയമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊന്നും പറയാനില്ല. പക്ഷെ പ്രോപ്പർട്ടി റൈറ്റ് ടൈമാണ്, പ്രത്യേകിച്ച് കൊച്ചിയിൽ. കാരണം ഇനി അടുത്തൊരു 3-4 വർഷത്തിനകം കൊച്ചി ഇപ്പൊ കാണുന്ന കൊച്ചി ആയിരിക്കില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.